ഗായ്സ്, അപ്പോൾ നമ്മൾ വീക്കിലി ഗേൾ കോഡ് എപ്പിസോഡ് നമ്പർ 2 എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ 2 പോൾ ഇട്ടിരുന്നു. ആ 2 പോൾ എങ്ങനെ വന്നു വെച്ചാൽ, ഞാൻ പോസ്റ്റ് ചെയ്ത സമയത്ത് 2 അറിയാണ്ട് പോസ്റ്റ് ആയി പോയത്. അത് 2 ഒരേ തന്നെയാണ്. അതിൽ ഫസ്റ്റത്തെ പോളിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞത് ചെയ്യാൻ സെൽഫ് റെസ്പെക്റ്റിനെ പറ്റിയിട്ടായിരുന്നു. രണ്ടാമത്തെ പോളിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞത് വൺ സൈഡ് ലവ് ക്രഷ് പ്രോബ്ലംസ് ഒക്കെ ആയിരുന്നു. പക്ഷേ ഞാനിപ്പോൾ ഇത് രണ്ടിൽ ഏത് ചെയ്യുന്നില്ല, ഭയങ്കര കൺഫ്യൂഷൻ ആയിപ്പോയി. അങ്ങനെ അവസാനം ഞാൻ വിചാരിച്ചു നമുക്ക് സെൽഫ് റെസ്പെക്റ്റിനെ പറ്റിയിട്ട് ആദ്യം ചെയ്യാം. അടുത്ത ടോപ്പിക്കായിട്ട് നമുക്ക് നമ്മളുടെ വൺ സൈഡ് ലവ് ക്രഷ് പ്രോബ്ലംസിനെ പറ്റി സംസാരിക്കാമെന്ന്. ഓക്കെ, സോ വെൽക്കം ടു ഗേൾ കോഡ് എപ്പിസോഡ് നമ്പർ 2, സെൽഫ് റെസ്പെക്ട്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു കൂട്ടം ഫ്രണ്ട്സിൻ്റെ ഇടയിലോ കുറച്ച് ആൾക്കാരുടെ ഇടയിൽ നിൽക്കുന്ന സമയത്ത് ഒരാൾ നിങ്ങളെ ഡിസ്റെസ്പെക്റ്റഡ് ആയിട്ട് സംസാരിച്ച് നിങ്ങളോട് ആ ഒരു ടോണിൽ സംസാരിച്ചിട്ട് ആൻഡ് നിങ്ങൾക്ക് അയാളെ വാക്കുകൾ ഭയങ്കരമായിട്ട് കൊണ്ടുക്കണം, നന്നായിട്ട് ഹേർട്ട് ആയിക്കണം, പക്ഷേ നിങ്ങൾ അവിടുന്ന് ഒന്നും മിണ്ടാണ്ട് ഒന്നും റിയാക്ട് ചെയ്യാണ്ട് നിങ്ങളിങ്ങനെ അവർ പറഞ്ഞതിന് നിങ്ങൾ തലയിട്ടായിട്ട് നിങ്ങൾ തിരിച്ച് വീട്ടിൽ പോയിട്ട് അതിനെപ്പറ്റി 100 വട്ടം ആലോചിക്കുക. ആ 100 വട്ടം ആലോചിച്ചിട്ട് നിങ്ങളെ തന്നെ ഇങ്ങനെ കൺവിൻസ് ചെയ്യുക, അയാൾ അങ്ങനെ പറഞ്ഞത് അതുകൊണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ അയാൾക്ക് അറിയാണ്ട് പറ്റിപ്പോയതായിരിക്കും, അല്ലെങ്കിൽ ഞാൻ അങ്ങനെയാണോ, ഞാൻ അങ്ങനെ ആയതുകൊണ്ടാണ് അയാൾ അങ്ങനെ പറഞ്ഞത് എന്നൊക്കെ നിങ്ങൾ വിചാരിക്കണമെങ്കിൽ ദിസ് വീഡിയോ ഈസ് ഫോർ യു. സോ എനിക്കുണ്ടായ ഒരു സിറ്റുവേഷൻ പറഞ്ഞിടാം. ആൻഡ് ഇതിനെ ഭയങ്കരമായിട്ട് മെൻ്റലി എഫക്ട് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. സ്റ്റിൽ ഇപ്പോൾ അത് ഞാൻ എപ്പോഴും സംസാരിക്കുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും, അയ്യോ ഇങ്ങനെയാണോ ഞാൻ ആലോചിക്കും. ഞാൻ പറഞ്ഞുതരാം. ഒരു ദിവസം ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ കേട്ടിരിക്കുകയാണ്. ഫ്രണ്ട് തന്നെ പറയാം. ഫ്രണ്ടിൻ്റെ കൂടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ നമ്മളിങ്ങനെ നമ്മൾ സമയത്ത് നമ്മൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് കൂടുതൽ ആയതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് സംസാരിക്കുമ്പോൾ സൗണ്ട് കൂടിപ്പോവും. ആൻഡ് അങ്ങനെ ഞാൻ സംസാരിച്ച സമയത്ത് പെട്ടെന്ന് സൗണ്ട് കൂടിപ്പോയി. എടുത്തേക്കുള്ളൊരു കാര്യം പറഞ്ഞു ആൻഡ് ഇറ്റ് ബ്രോക്ക് മൈ ഹാർട്ട്. സോ അങ്ങനെ നമ്മളത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഞാൻ അവിടുന്ന് ഒന്നും മിണ്ടിയില്ലേ. അത്രയും നേരം ഞാൻ സംസാരിച്ചുകൊണ്ട് നിന്നെ കാര്യങ്ങളൊക്കെ ഞാൻ വിട്ടിട്ട് ഞാൻ പിന്നെ സംസാരിക്കാണ്ട് ഞാൻ കുറച്ച് നേരം മിണ്ടാണ്ടിരുന്നു. ഞാൻ അപ്പോഴൊക്കെ ആലോചിക്കണം എന്താ വെച്ചാൽ ഞാൻ ഇതിന് മുന്നേ സംസാരിച്ച ആൾക്കാരുടെ അടുത്തൊക്കെ ഓലൊക്കെ അങ്ങനെയാണോ വിചാരിച്ചത്, ഞാൻ ഇപ്പോൾ സൗണ്ട് കൂട്ടി പറഞ്ഞുകൊണ്ട് ഓല അങ്ങനെയാണോ വിചാരിച്ചത് എന്നൊക്കെ അങ്ങനെ കുറേ ആലോചിച്ച് അങ്ങനെ ഞാൻ വീട്ടിൽ പോയി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതിനെ പറ്റി തന്നെ ആലോചിക്കുക. പിന്നെ എനിക്ക് ഉണ്ടായൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, പിന്നെ ഞാൻ ആരെടുത്ത് സംസാരിക്കുന്ന സമയത്തും ഞാൻ ഭയങ്കര കോൺഷ്യസ് ആയിരിക്കും. ഞാനിങ്ങനെ അയ്യോ അധികം സംസാരിക്കല്ലേ, അധികം ഓവർ സംസാരിക്കല്ലേ, അധികം ഇതാക്കല്ലേ, ലൈക്ക് ഞാൻ ഇന്നെ തന്നെ ഇങ്ങനെ ഷ്രിങ്ക് ചെയ്ത് കൊണ്ടുപോകലോടെ. ഉറപ്പായി ഇങ്ങനത്തെ സിറ്റുവേഷൻസിലൂടെ കടന്നു പോകാത്ത ആൾക്കാർ വളരെ കുറച്ചായിരിക്കും. നിങ്ങളങ്ങനെ കടന്നു പോയിട്ടില്ലെങ്കിൽ യു ആർ സോ ലക്കി. ഞാൻ അത്രേ പറയുള്ളൂ, യു ഗൈസ് ആർ സോ ലക്കി. ചില സന്ദർഭങ്ങളിലൊക്കെ അല്ലേ ഞാനിങ്ങനെ ആലോചിക്കും, ഇപ്പോൾ അന്ന് അവരൊക്കെ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ എന്തിനാ അതൊക്കെ കേട്ട് ഇങ്ങനെ ഇരുന്നതെന്ന്. കാരണം ലൈക്ക് ചില നേരത്തിൽ ഞാൻ പറയട്ടെ, ഈ ഡിസ്റെസ്പെക്ട് പല രീതിയിൽ വരാം. നമ്മൾ അറിഞ്ഞുകൊണ്ട് അവർ പറയുന്നതായിരിക്കും, അല്ലെങ്കിൽ അവരറിയാണ്ട് പറയണതായിരിക്കും. ചില ആൾക്കാർ നല്ല ആൾക്കാരുടെ ഇടയിൽ നിന്ന് നല്ല ബോഡി ഷെയിം ചെയ്യുന്നുണ്ട് ചില ആൾക്കാർ. ഞാനത് കണ്ടിക്കണം, അനുഭവിച്ചേക്കണം. സോ ഐ വാസ് ലൈക്ക് ഞാനൊരു ചെറിയൊരു ഇൻസിഡൻറ്റ് പറഞ്ഞു. എനിക്ക് ഒട്ടൊരു പല്ലുണ്ട് ആക്ച്വലി, കാണാൻ പറ്റുമോ എനിക്കറിയില്ല. ഇറ്റ് വാസ് വൺ ഓഫ് മൈ ബിഗ്ഗസ്റ്റ് ഇൻസെക്യൂരിറ്റി. ആൻഡ് അതിനെ പറ്റിയിട്ട് പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട്. സോ ഇപ്പം എനിക്കതൊരു പ്രശ്നമുണ്ട്. ഇപ്പം എനിക്ക് എൻ്റെ പല്ല് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാനത് വല്ല കാര്യമൊക്കെ ഇല്ല. പക്ഷെ ഒരു കാലത്ത് എനിക്ക് ഏറ്റവും വലിയൊരു എൻ്റെ ഒരു ഇൻസെക്യൂരിറ്റി വരുന്നത് അതിനെ വെച്ചിട്ട് കുറേ ആൾക്കാർ പറഞ്ഞിരിക്കണം. അവരതൊരു തമാശ രീതിയിലാണ് പറയാം. അപ്പം ഞാനും എല്ലാവരും ചിരിക്കുന്നത് കണ്ടപ്പോൾ ഞാനും ചിരിച്ചല്ലോ എന്നാലേക്കും എനിക്ക് എന്നോടുണ്ടെങ്ങനെ ഐ ഡോണ്ട് നോ എനിക്ക് എന്താ ഫീൽ ചെയ്യണത്. ബട്ട് എനിക്ക് എന്നോട് പുച്ഛം തോന്നിക്കണം. കാരണം എന്നെ പറ്റി പറഞ്ഞ ഒരു തമാശക്ക് ഞാൻ തന്നെ ചിരിച്ചല്ലോ എന്ന് ആലോചിച്ചിട്ട്. ഐ നോ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഇങ്ങനത്തെ സന്ദർഭത്തിലൂടെ കടന്നു പോയിട്ടുണ്ടാവും. നിങ്ങൾ ആ ഒരു നേരത്തെ ചെയ്തത് തെറ്റാന്ന് ഞാൻ പറയില്ല. പക്ഷെ ഇനി ഇങ്ങനൊരാൾ അല്ലെങ്കിൽ ഇങ്ങനൊരു കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന സമയത്ത് അതിൻ്റെതായ രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കണം. അത് ഞാൻ ഈ അടുത്താണ് മനസ്സിലാക്കിയത്. കാരണം ഇപ്പം എനിക്കറിയാം എൻ്റെ ഓഡിയൻസ് അഥവാ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ലൈക്ക് ഒരു 18 to 24 വയസ്സിൻ്റെ ഇടയിലുള്ള ആൾക്കാരാണ്. അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ കൂടെ ഫിറ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരിക്കലും നിങ്ങൾ ഡിസ്റെസ്പെക്ട് ഏറ്റുവാങ്ങരുത്. അതായത് ഇപ്പം ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ അതിൽ ഏതെങ്കിലും ഒരാൾ നിങ്ങളെ ബോഡി ഷെയിം ചെയ്തെന്ന് വിചാരിക്കുക. അവരത് തമാശക്കായിരിക്കും പറയാം. ആൻഡ് ആ തമാശ കേട്ടിട്ട് അവിടെയുള്ള എല്ലാവരും ചിരിച്ചെന്ന് വിചാരിക്കുക. ആൻഡ് നിങ്ങൾ അതിന് കേട്ട് ചിരിക്കാൻ നിൽക്കരുത്. ചില ആൾക്കാരെ കണ്ടിരിക്കണേ അവരെ പറ്റിയായിരിക്കും തമാശ പറഞ്ഞത്, സ്റ്റിൽ എല്ലാവരും ചിരിക്കണം കണ്ടിട്ട് ജസ്റ്റ് സ്മൈൽ ചെയ്തിട്ട് ഇടുന്നത്. നോ, അങ്ങനെ ഡിസ്റെസ്പെക്ട് ഏറ്റുവാങ്ങേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് ആൾക്കാരെ ഭയങ്കര ഇഷ്ടമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാക്കേണ്ടതായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരെ പേടിയായിരിക്കും. എന്ത് റീസൺ ആണെങ്കിലും നിങ്ങളിവിടെ ചെയ്യുന്ന കാര്യം എന്താ വെച്ചാൽ നിങ്ങൾ സെൽഫ് റെസ്പെക്റ്റ് നിങ്ങൾ അവരെ മുന്നിൽ ഇങ്ങനെ ലൈക്ക് അതിങ്ങനെ എങ്ങനെ പറയാം, അതിങ്ങനെ നശിപ്പിക്കാൻ നിങ്ങളിങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. അല്ലെങ്കിൽ അതിങ്ങനെ പിച്ച് ചെയ്താൽ നിങ്ങൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സമ്മതിച്ചു കൊടുക്കരുത്, അങ്ങനെ ചെയ്യരുത്. അത് നിങ്ങളോട് തന്നെ ചെയ്യുന്ന ഏറ്റവും വലിയ
തുഷ്ടത്തരാന്നേ പറയുള്ളൂ. തുഷ്ടത്തരം എന്താ പറയുക, ഏറ്റവും വലിയ ദ്രോഹാന്നേ ഞാൻ പറയുള്ളൂ. അപ്പം നിങ്ങൾ എന്തെങ്കിലും അവിടെ ശരിക്കും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ആ കൂട്ടത്തിലെ ആൾക്കാർക്ക് അല്ലെങ്കിൽ ആ പറഞ്ഞ വ്യക്തിക്ക് മനസ്സിലായി ഇങ്ങനത്തെ കാര്യങ്ങൾ ഇവളോട് പറഞ്ഞാൽ ഇവൾക്കത് പ്രശ്നമല്ലാന്ന്. അപ്പോൾ അവരത് റിപ്പീറ്റ് ചെയ്യും. അവരത് പിന്നെ ഏതെങ്കിലും ആൾക്കാരെ കൂടെ അല്ലെങ്കിൽ വേറെ ആൾക്കാരെ കൂടെ ഒക്കെ നിൽക്കുന്ന സമയത്ത് അവരത് റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ തന്നെ നിൽക്കും, ഒന്നും റിയാക്ട് ചെയ്യാണ്ട് ഇങ്ങനെ ചിരിച്ച് തമാശയായിട്ട് വിടും. ഇങ്ങൾക്ക് തന്നെ അറിയാം അത് നിങ്ങൾക്ക് നല്ലോണം കൊള്ളുന്നുണ്ടെന്ന്. അങ്ങനെ എന്തെങ്കിലും സംഭവം വരുന്ന സമയത്ത് എന്ത് ചെയ്യണമെന്ന് അറിയാം. ദ ഫസ്റ്റ് വൺ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ആദ്യം ഇവർ ഈ പറഞ്ഞ സംഭവം ഉണ്ടാവില്ല അല്ലെങ്കിൽ ഒരു സന്ദർഭം ഉണ്ടാവില്ല. അപ്പോൾ കഴിഞ്ഞിട്ട് അവരോട് അത് പറയാം, ഈ അത് പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ പറയാം ഈ അത് പറഞ്ഞത് മോശമായില്ലേ എനിക്ക് തോന്നില്ലേ, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് അവർക്കത് മനസ്സിലാക്കാൻ നോക്കുക. ചില ആൾക്കാർ അറിഞ്ഞുകൊണ്ട് പറയണായിരിക്കും, അങ്ങനത്തെ ആൾക്കാർക്ക് പെട്ടെന്ന് കത്തും. ആൻഡ് ചില ആൾക്കാർ അറിയാണ്ട് പറയുന്നുണ്ടാവും, ജെന്യൂനായിട്ട് അറിയാണ്ട് പറയുന്ന ആൾക്കാരുണ്ട്. ചില ആൾക്കാർ പേഴ്സണാലിറ്റി അങ്ങനെ ആയിരിക്കും. അപ്പം അവരോട് ഇങ്ങനെ പറയാം, എടാ ആ പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, എനിക്കത് സങ്കടമായിരുന്നു, അങ്ങനെ എന്തെങ്കിലും പറയാം. പിന്നെ അവരത് റിപ്പീറ്റ് ചെയ്യില്ല. നിങ്ങൾ ജെന്യൂനായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ പിന്നെ അവർ റിപ്പീറ്റ് ചെയ്യില്ല. ചില ആൾക്കാർ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം പിന്നെ റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ പിന്നെ അതിനെ പറ്റി പറയാൻ പോകരുത്. കാരണം പിന്നെ ഇങ്ങനെ ഒരു ഡിസ്റ്റൻറ്റ് ഇട്ട് കൊടുക്കുക അയാളുടെ അടുത്ത് നിന്ന്. പിന്നെ അവർ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ മെല്ലെ ഒഴിവാക്കുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. കാരണം അതാണ് ദ ബെസ്റ്റ് വേ. പ്രശ്നമില്ലാണ്ട് പെട്ടെന്നത് ഒഴിവായി പോകണമെന്നുണ്ടെങ്കിൽ ഇതാണ് ദ ബെസ്റ്റ് വേ. നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് എന്താണെന്ന് അറിയാം, നമ്മളോടൊരു ഇഷ്ടം വേണം. നിങ്ങൾ ആലോചിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളെ വേറൊരാൾ മോശമായിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് സഹിക്കോ ഇല്ല. സോ നമ്മൾ തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളാക്കി എടുക്കുക. അതായത് ഇപ്പോൾ ഒരാൾ നമ്മളോട് മോശമായിട്ട് പെരുമാറുമ്പോൾ നമുക്കത് അത്രയും കൊള്ളണം, നമ്മളത് റിയാക്ട് ചെയ്യണം. ഞാൻ അത്രേ പറയുള്ളൂ. പക്ഷേ ഞാൻ ഒരിക്കലും ഇങ്ങോട്ട് പറയില്ല പൊട്ടിത്തെറുക്കാനോ അല്ലെങ്കിൽ എന്തിനങ്ങനെ അങ്ങനെയൊന്നും പറയില്ല. ആരെ മനസ്സിലാക്കാൻ നോക്കുക. അങ്ങനെ എന്നിട്ടും അത് റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ മെല്ലെ ഒഴിവാക്കി തുടങ്ങുക. അത്രയേ ഉള്ളൂ. ജസ്റ്റ് ഒരു ഡ്രാമ വേണ്ട, ഒരു റിവെഞ്ച് വേണ്ട, ഒന്നും വേണ്ട. ജസ്റ്റ് അവരെ പാട്ടിന് വിടാം, നമ്മളെ പണിക്ക് പോകാം. അത്രയാണ്. കുറച്ച് കാര്യങ്ങൾ പറയാം, നിങ്ങളെ മനസ്സിൽ ഉറപ്പിച്ച് വെക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ദ ഫസ്റ്റ് വൺ, ഒരാളിങ്ങോട്ട് മോശമായിട്ട് പെരുമാറാണ്, ഒരിക്കലും അത് സഹിച്ച് അതിങ്ങനെ മുന്നിലിങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കേണ്ട ആവശ്യമില്ല. അവരിപ്പോൾ ഞങ്ങൾ ബോഡി ഷെയിം ചെയ്തെന്ന് വിചാരിച്ചു, റിയാക്ട് പറയും, അത് പറഞ്ഞത് ശരിയായില്ല. അല്ലെങ്കിൽ നിങ്ങൾ ഈ നൂറ്റാണ്ടിന് ബോഡി ഷെയിമിൻ്റെ കോമഡിയൊക്കെ പറഞ്ഞിരിക്കുന്ന ആൾക്കാരുണ്ടോ, നിങ്ങൾക്ക് അതാണ് അങ്ങനത്തെ ഒരു രീതിയിൽ പറയാം. പക്ഷെ ഒരിക്കലും ലൈക്ക് പൊട്ടിത്തെറിച്ചുകൊണ്ട് അതൊരു പ്രശ്നമാക്കി എടുക്കരുത്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും റിയാക്ട് ചെയ്യാം, പക്ഷെ വയലൻസ് ഒന്നും ചൂസ് ചെയ്യാണ്ടിരിക്കുന്നതാണ് നല്ലത്. രണ്ടാമത്തെ എന്താണെന്ന് വെച്ചാൽ, ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യന് കൊടുക്കേണ്ട ഒരു ബേസിക് റെസ്പെക്റ്റ് ഉണ്ട്. അത് കൊടുക്കാൻ അറിയാത്ത കുറേ ആൾക്കാരുണ്ട്. അങ്ങനത്തെ ആൾക്കാരെ കൂടെ പോകാതെ നിൽക്കുക. അത്ര പറയാനുള്ളൂ. അങ്ങനത്തെ ആൾക്കാരെ കൂടെ പോകാതെ നിൽക്കുക. അറിയാം ആൾക്കാർ ഇങ്ങനെ നിങ്ങളെ ട്രീറ്റ് ചെയ്യാൻ പോണത്, അറിഞ്ഞുകൊണ്ട് എന്തിനാ പോണത്, പോകാൻ പറയാം. അത്ര. രണ്ടാമത്തെ എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെ മുന്നിൽ വെച്ചിട്ട് ഇത് കൂടുതൽ എനിക്ക് തോന്നുന്നു ബോഡി ഷേമിങ് ആയിരിക്കും കുറച്ചുകൂടെ ഉണ്ടാവുക. കാരണം ഒരാൾ നിങ്ങളെ മുന്നിൽ വെച്ചിട്ട് നിങ്ങളെ കളിയൊക്കെ സംസാരിക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ തടിച്ച് ഇങ്ങോട്ട് ഏട്ടാ പോകണം. അല്ലെങ്കിൽ ചില ആൾക്കാർ ഹൈറ്റുള്ള ആൾക്കാരോട് പറഞ്ഞാൽ കേട്ടിക്കണേ, നീണ്ട് എങ്ങോട്ടാ പോണത്, ബുർജ് ഖലീഫിന് അത്ര വലിപ്പമുണ്ടല്ലോ, അങ്ങനെ എന്തെങ്കിലും അവർ പറഞ്ഞ സമയത്ത് തിരിച്ച് മറുപടി പറയാൻ പഠിക്കുക. അത്ര തന്നെ. ഒരിക്കലും ആ ഒരു ഡിസ്റെസ്പെക്ട് ഏറ്റു വാങ്ങേണ്ട ആവശ്യമില്ല. എന്തിനാണ് അത് നിങ്ങൾ ഇതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളെ വില തന്നെ നിങ്ങളിങ്ങനെ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ നാലാമതാണ്, അതായത് നിങ്ങൾക്കറിയാം ഈ ഒരു ആൾക്കാരുടെ ഇടയിൽ നിങ്ങൾക്കൊരു വാല്യൂ ഇല്ല, അവർ നിങ്ങളെ അങ്ങനെ കാണുന്നുള്ളൂ. അറിഞ്ഞുകൊണ്ട് പിന്നെ ആ കൂട്ടത്തേക്ക് പോകരുത്, ആ ആൾക്കാരുടെ ഇടയിൽ പോകരുത്. അവർ മാറി നിൽക്കുക, വേറെ ആൾക്കാരായിട്ട് മിങ്കിൾ ചെയ്യുക, വേറെ ആൾക്കാരെ എടുത്തിട്ട് പോവുക. വേറെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും നിങ്ങളെ വാല്യൂ ചെയ്യണേ, അവരുടെ അടുത്തേക്ക് പോവുക. ഇനിയിപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ ഈ ആൾക്കാരുടെ അടുത്ത് നിന്ന് മാറിയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ചില ആൾക്കാർക്ക് ഓൾറെഡി ഡിസ്റെസ്പെക്ട് പോയതുകൊണ്ട് തന്നെ അവർ മനസ്സിലെപ്പോഴും ഉണ്ടാവും, ഞാൻ അങ്ങനത്തെ ഒരാളാണ്, ഇന്നെല്ലാവരും ഇങ്ങനെയാണല്ലോ കാണുന്നതെന്നുള്ളൊരു ചിന്ത ഉണ്ടാവും. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അത് മാറ്റാൻ എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞുതരാം. അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക, യു ചേഞ്ച്ഡ്, അതായത് നിങ്ങൾ മാറി, നിങ്ങൾ ആ പഴയ ആളല്ല എന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുത്താൽ മതി. അപ്പം തന്നെ പകുതി അവർക്ക് മനസ്സിലാവും, ഇനി ഇവളുടെ അടുത്ത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഇവള് റിയാക്ട് ചെയ്യും. ആ ഒരു ബോധം അവർക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒരു ഒന്നിനെ പറ്റി ആലോചിക്കേണ്ട ആവശ്യമില്ല. കാരണം പകുതി കാര്യങ്ങൾ അവിടെ തന്നെ സോൾവ് ആയി. ലേൺ ടു സേ നോ പറയേണ്ട അടുത്ത് നോ പറയാം. അതുപോലെ തന്നെയാണ് ആ ഗ്രൂപ്പിൽ നിന്നിട്ട് നിങ്ങൾക്ക് ഡിസ്കംഫേർട്ടാണ്, അല്ലെങ്കിൽ ആ ആൾക്കാരൊപ്പം നിൽക്കുമ്പോൾ നിങ്ങൾക്കൊരു മനസ്സമാധാനം ഇല്ലെങ്കിൽ മാറി നിൽക്കുക, ഒറ്റയ്ക്ക് നിൽക്കാൻ പഠിക്കുക. ഒരു സെറ്റ് ഒരു ബൗണ്ടറി വെക്കുക. ഒരാൾ അത് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ, ആ ഒരു ലിമിറ്റ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ റിയാക്ട് പറയാം. ആദ്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പറയാം ഇത് ചെയ്ത് ശരിയായില്ല. പിന്നെ അവരത് റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ മെല്ലെ ഡിസ്റ്റൻസ് ഇട്ട് തുടങ്ങാം. പിന്നെ അവർ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ ഒഴിവാക്കുക, പോകാൻ പറയാം. അത്ര തന്നെ. സോ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ഞാൻ ആക്ച്വലി എൻ്റെ വീട്ടിൽ ആകെ സീനാണ്. കാരണം എൻ്റെ അനിയത്തിക്ക് അവിടെ പോകാനൊക്കെ ഉണ്ട്. അങ്ങനെ വാതിലോർക്ക് പറയുന്നുണ്ട്. സോ ഈ വീഡിയോ നമ്മളോട് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. എനിക്കറിയാതൊരു ചെറിയ വീഡിയോ ആയിരിക്കും. ആൻഡ് ഇഫ് യു ഗൈസ് ലൈക്ക് ദ വീഡിയോ, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്തത് നമുക്ക് വീണ്ടും വരാം.